ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അടുക്കളയിൽ നിന്നുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ഞാനിവിടെ കുറഞ്ഞ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളകും പൊടി ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചെറുനാരങ്ങ അല്ലെങ്കിൽ സുർക്കയോ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ സ്ലൈസായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ എന്നിട്ട് ബൈഫാൻ ഗ്യാസിൽ വെച്ചതിൻ്റെ ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള, പൊട്ടാറ്റോ, തക്കാളി അതാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവാള ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് വഴറ്റി വന്നോളൂ കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും വഴറ്റുക കേട്ടോ. അതിന് ഉപ്പ് ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം വഴറ്റുക. ശേഷം ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അരിഞ്ഞതും ചെറിയ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എന്നതിന് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഒഴിവാക്കട്ടോ, ഉണ്ടെങ്കിൽ മതി. അതും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഈ തക്കാളിയും ഒക്കെ നല്ലവണ്ണം വഴണ്ടി വരണം കേട്ടോ. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ എന്താ ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ആ പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഒരു കട്ടിപ്പ് ഉണ്ടാവുമല്ലോ അതിന്, അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വെള്ളത്തിൽ നിന്ന് നല്ല പിഴിഞ്ഞെടുത്തിട്ട് ഇതിലിടാൻ കൂട്ടോ ഈ മസാലയിലേക്ക്. എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഈ പൊട്ടാറ്റോ ഒക്കെ ഇതിൽ കടന്ന് വേവണം കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വാട്ടിയെടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് മസാലയ്ക്ക് വേണ്ട ഒരു ബാറ്റർ ഉണ്ട്, മൈദ ബാറ്റർ, അത് തയ്യാറാക്കട്ടോ. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ അതവിടെ പൊരിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലേൻ്റെ മൈദ ബാറ്റർ തയ്യാറാക്കാം. അതിന് ഞാനൊരു കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുരുമുളകും പൊടിയും ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അല്പം ഉപ്പും ചേർത്തിട്ട് സാധാ പച്ചവെള്ളത്തിൽ നല്ല കലക്കിയെടുക്കുക കേട്ടോ. മുട്ട വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക, വേണമെന്നില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് പച്ചവെള്ളത്തിൽ നല്ലവണ്ണം കട്ടല്ലാതെ നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ മൈദ ബാറ്റർ ഇവിടെ തയ്യാറായി കേട്ടോ. അതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക. അതിൻ്റെ ശേഷം ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്ത്. പിന്നെ അല്പം ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കുക കേട്ടോ. ആർക്കും ഇഷ്ടമാണ് ഒരു സ്നാക്സാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒന്നും കൂടുതൽ ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. ഈ മസാല നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ പൊരിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ശേഷം കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്നും നമ്മുടെ ഈ മസാല ഒക്കെ മറ്റൊരു ബൗളിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് ശേഷം ഈ ബൈഫാൻ തന്നെ ഗ്യാസിൽ വെക്കുക. എന്നിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മുടെ മൈദ ബാറ്ററല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മൈദ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉടനെ തന്നെ നമ്മുടെ മസാലക്കൂട്ടില്ലേ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ എൻ്റെ അടുത്തൊരു പാഴ്ച പറ്റി മൈദ ബാറ്റർ ഒഴിച്ചു കൊടുത്തൊന്ന്
അടുപ്പ് മൂടി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഈ മസാല ഒന്നും അതിൽ ഫില്ലായിട്ടില്ല കേട്ടോ, ഒന്ന് സെറ്റായിട്ടില്ല കേട്ടോ. മൈദേൻ്റെ ബാറ്ററിൽ സെറ്റാവണമെങ്കിൽ പെട്ടെന്ന് ആ മൈദേൻ്റെ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ നമ്മുടെ മസാലക്കൂട്ട് ഇടേണ്ടിയിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് പാഴ്ച വന്നു പോയി. കുഴപ്പമില്ല, നാളെ തന്നെ വീണ്ടും ഉണ്ടാക്കി നോക്കും ഞാൻ, സെറ്റാക്കാം. ഇതെങ്ങനെയുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് ചീസും ചെറിയ ചെറിയ സ്ലൈസായിട്ട് അതും കൂടെ ഇതിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചീസ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് ഇതിൻ്റെ മുകൾക്ക് അതേമാതിരി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ചീസുകളൊക്കെ ചെറുതാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ വലിയ സൈസാണെങ്കിൽ ഒന്ന് നേരെ കുറച്ച് തോനുണ്ടെങ്കിൽ അത് അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ ചീസ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. എന്നിട്ട് അടുപ്പൊന്ന് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഒന്ന് പറയണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കാം. പ്രത്യേകമായിട്ട് പറയാനുള്ളത്, മൈദ ഒഴിച്ച ഉടനെ തന്നെ നമ്മുടെ ബാറ്ററികൾ ഒഴിച്ചതിൻ്റെ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് മസാല ഫില്ലാക്കണം കേട്ടോ. അല്ലാതെ അതിലേക്ക് പൊടിക്കൂല. മറ്റൊരു റെസിപ്പി ആയിട്ട് നാളെ വരാം.